ഹായ് എവരി വൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ സീക്വൻസിനെ കുറിച്ച് അതുപോലെ സീരീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ വരുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഒപ്പം വരുന്ന അരിത്തമെറ്റിക് മീന്, അതുപോലെ ജോമെട്രിക് മീന്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അരിത്തമെറ്റിക് മീന് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് എ ബി 2 നമ്പേഴ്സാണ്. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണ്? എ ഈക്വൽ ടു a+b/2. എ ഈക്വൽ ടു a+b/2 അതായിരുന്നു അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എവിടെ ഉണ്ട്? നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് a+b/2. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വേറെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ എക്കും ബിക്കും ഇടയിൽ കുറേ ഇങ്ങനെ A1, A2, A3 അങ്ങനെ കുറേ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാണ്. എങ്ങനെ? കണ്ടീഷൻ എന്താണ്? ഇത് മുഴുവൻ അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു സീക്വൻസ് എന്താവണം? AP-യിലായിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര നമ്പേഴ്സും ഡിസ്കസ് ചെയ്യുക. ഇവിടെ ഒരു 3 കേസ് എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് എക്കും ബിക്കും ഇടയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് AP-യിലായിരിക്കണം. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. അതായത് ആ ഒരു പ്രോബ്ലം എങ്ങനെ കണ്ടാൽ മതി? ഒരു അരിത്തമെറ്റിക് AP-യുടെ ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി. ഇനി ഈ B = എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B = എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രാമത്തെ ടൈമാണ്? ഇത് സെക്കൻഡ് ടൈം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ടൈം. അപ്പോൾ ഫിഫ്ത്ത് ടൈം എങ്ങനെയാണ് ഇത്? a+4d. അപ്പോൾ 4d = b - a എന്ന് ലഭിക്കും. d = b - a/4. അപ്പോൾ എയും കിട്ടി, ഡിയും കിട്ടി. ഇനി ഓരോ ടേംസ് നമുക്ക് കണ്ടുകൂടെ? എന്ത് ചെയ്താൽ മതി? a+d ആണ് a1, a+2d ആണ് a2, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം എയും ബിയും 2 നമ്പേഴ്സ്, അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നമ്പേഴ്സ് a1, a2, a3 ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് ആ ഒരു അരിത്തമെറ്റിക് മീനിന് ശേഷം ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തൊക്കെ പ്രോബ്ലം വരാറുണ്ട്. ഇനി ഇതുപോലെ ജോമെട്രിക് മീൻ എന്തായിരുന്നു ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത്? ജോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? √AB എന്നായിരുന്നു. അപ്പോൾ ഈ 2 നമ്പേഴ്സിന് ഇടയിലുള്ള ജോമെട്രിക് മീൻ പറയുന്നത് √AB. അപ്പോൾ ഇതിന് ബേസ് ചെയ്ത ഒരു സംഭവം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ കുറച്ച് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തു, G2, G3, B. എത്ര നമ്പേഴ്സും ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഒരു 3 ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്കും ബിക്കും ഇടയിൽ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തു. പക്ഷേ ഉള്ള കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സീക്വൻസ് GP ആയിരിക്കണം. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് GP ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം എ എന്നറിയാം. ഈ ബി എന്ന് പറയുന്നത് എത്രാമത്തെ ടൈമാണ്? 1, 2, 3, 4, ഫിഫ്ത്ത് ടൈമാണ്. ബി എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടൈമാണ്. അപ്പോൾ B = a r⁴. B = a r⁴. a r⁴n - 1 ആണല്ലോ എന്ത് nth ടൈമിൻ്റെ ഫോർമുല. അപ്പോൾ B = a r⁴. അങ്ങനെ ഈ r⁴ നിന്ന് എന്ത് ലഭിക്കും? b/a. r = b/a⁴ എന്ന് ലഭിക്കും. r = b/a⁴ ഇനി r ലഭിച്ചാൽ നമുക്ക് G1 കണ്ടുകൂടെ? G1 എന്ന് പറയുന്നത് a × r, G2 എന്ന് പറയുന്നത് a r². അങ്ങനെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എത്ര ടൈംസ് ഇവിടെ ഇടാം അങ്ങനത്തെ ഒരു കേസ്, അതായത് ആ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എക്കും ബിക്കും ഇടയിൽ കുറച്ച് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യും. പക്ഷേ ഉള്ള കണ്ടീഷൻ അങ്ങനെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം കിട്ടുന്ന ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു GP ആയിരിക്കണം. ആ ഒരു കേസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 നമ്പേഴ്സ് എ ആൻഡ് ബിൻ്റെ ഇടയിൽ അരിത്തമെറ്റിക് നമ്മൾ എ എന്ന് വിളിച്ചു. എ എന്നുള്ളത് a+b/2. അതുപോലെ ജോമെട്രിക് മീനെ G എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതായത് ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. a = a+b/2, G = എന്ന് പറയുന്നത് √AB. ഇനി ഇവ തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഇപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു ജി ഈക്വൽ ടു റൂട്ട് എ ബി. ഇനി ചെയ്യുന്ന എ മൈനസ് ബി ചെയ്ത് നോക്കും, എ മൈനസ് ജി ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ലഭിക്കും? എ പ്ലസ് ബി ബൈ ടു മൈനസ് റൂട്ട് എ ബി. എ പ്ലസ് ബി ബൈ ടു മൈനസ് റൂട്ട് എ ബി എന്ത് ലഭിക്കും? എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി ബൈ ടു. എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി ബൈ ടു. ഇനി ഈ എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി എന്നുള്ളത് നമുക്ക് എന്തായിട്ട് വിചാരിക്കാം? ഇത് റൂട്ട് എ സ്ക്വയർ ആയിട്ട് എഴുതി കൂടെ. എ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? റൂട്ട് എ സ്ക്വയർ. ബി നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? റൂട്ട് ബി സ്ക്വയർ. അപ്പോൾ ഇത് റൂട്ട് എ സ്ക്വയർ പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ടു റൂട്ട് എ റൂട്ട് ബി എന്ന് എഴുതാൻ പറ്റും. അതായത് റൂട്ട് എ ബി നമുക്ക് എന്ത് എഴുതാം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അപ്പോൾ ഇത് റൂട്ട് എ സ്ക്വയർ പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ടു റൂട്ട് എ റൂട്ട് ബി എന്നാണ്. അതെന്താണ്? റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ആണ്. അത് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ആണ് ഡിവൈഡ് ബൈ ടു. അപ്പോൾ ഇതെന്താണ് ലഭിച്ചത്? എ മൈനസ് ജി ഈക്വൽ ടു റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ബൈ ടു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സ്ക്വയർ എന്നുള്ള വാല്യൂ എപ്പോഴും, അതായത് സ്ക്വയർ എന്നുള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഏത് സംഖ്യയുടെ സ്ക്വയർ കാണുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലഭിക്കുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ബൈ ടു ചെയ്യുമ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്തായിരുന്നു എടുത്തത്? എ മൈനസ് ജി എന്ന് എടുത്തു. എ മൈനസ് ജി എന്ന് എടുത്ത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലഭിച്ചു അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുള്ളത്. എ മൈനസ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ എ മൈനസ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. എ മൈനസ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇൻഈക്വാലിറ്റി സോൾവ് ചെയ്യുന്ന പോലെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി. അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് നമ്പേഴ്സ് വന്നു. രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ഏത് രണ്ട് നമ്പേഴ്സ് ആയാലും, അതായത് ഏത് രണ്ട് നമ്പേഴ്സ് ആയാലും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എപ്പോഴും ജോമെട്രിക് മീനിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ജോമെട്രിക് മീനിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീനിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ, അതാണല്ലോ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ടു എൻ ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. സം ടു എൻ ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്, അതായത് കുറച്ച് സ്പെഷ്യൽ സീരീസുകളുടെ എൻ ടേംസിൻ്റെ സമ്മാണ് കാണുന്നത്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സിഗ്മ കെ ഈക്വൽ ടു 1 to n k. സിഗ്മ കെ ഈക്വൽ ടു 1 to n k ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ നൊട്ടേഷൻ വെച്ച് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സിഗ്മ കെ ഈക്വൽ ടു 1 to n k ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അതാണ് ഒരു സമ്മ്. പിന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നമുക്ക്. സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 എന്ന് പറയുന്നത്, അതായത് കെ ഈക്വൽ ടു 1 to n 1, അതായത് ആദ്യം 1 ഇതെന്താണ് ചെയ്യുമ്പോൾ വരിക 1 പ്ലസ് ഇനി കെ ഈക്വൽ ടു 2 ആകുമ്പോഴും ഇവിടെ 1 തന്നെ, ഇനി കെ ഈക്വൽ 3 ആകുമ്പോഴും 1 തന്നെ. അങ്ങനെ n വരെ ആഡ് ചെയ്താൽ ഇത് n ടൈംസ് എന്താണ് ലഭിക്കുക? n ടൈംസ് 1 ആഡ് ചെയ്താൽ n തന്നെ. അതായത് സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n എന്നാണ്. അത് അറിഞ്ഞിരിക്കണം. അതായത് 1 n ടൈംസ് ആഡ് ചെയ്താൽ എന്താണ് ലഭിക്കുക നമുക്ക്? n തന്നെ. 1 n ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുക n. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മളൊരു ബേസിക് ആയിട്ട് അങ്ങനെ അറിഞ്ഞിരിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. പിന്നെ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് സം ഓഫ് ഫസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് സിഗ്മ കെ ഈക്വൽ ടു 1 to n k സ്ക്വയർ എന്താണ് ലഭിക്കുക? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6.
ഇനി സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് സിഗ്മ k to 1 to n k ക്യൂബ് അതെന്താണ് n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ ബന്ധപ്പെടുത്തില്ല ഇത് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സിഗ്മ k എന്ന് പറയുന്നത് n ഇൻറ്റു n+1/2 k ക്യൂബ് ആകുമ്പോൾ എന്താണ് വരുന്നത് n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇത് n ഇൻറ്റു n+1/2 ഇത് n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. പക്ഷേ ഈ k സ്ക്വയറിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഫോർമുലയാണ്. n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6 എന്നാണ് അത് വേറൊരു ടൈപ്പ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയും. n ഇൻറ്റു n+1/2 സിഗ്മ k എന്ന് പറയുന്നത് സിഗ്മ k ക്യൂബ് എന്ന് പറയുന്നത് n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. k സ്ക്വയർ എന്ന് പറയുന്നത് n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. അപ്പോൾ അതാണ് സം ടു n ടേംസ് ഓഫ് സ്പെഷ്യൽ സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു മെയിൻ 3 ഫോർമുലാസാണ് മെയിനായിട്ട്. അപ്പോൾ ഇതും അറിഞ്ഞിരിക്കണം അതിൻ്റെ കൂടെ. ഇനി ഇത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് വരും. ഇപ്പോൾ എങ്ങനെ സിഗ്മ k = 1 to n k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 1 സിഗ്മ k = 1 to n k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സിഗ്മ k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 1 ഇതിന് നമുക്ക് എന്ത് എഴുതാം സ്പ്ലിറ്റായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇത് ഈ സിഗ്മ ഓരോന്നിനിട്ട് ഇത് സിഗ്മ k ക്യൂബ് പ്ലസ് സിഗ്മ 3k സ്ക്വയർ പ്ലസ് സിഗ്മ 1 അങ്ങനെ സ്പ്ലിറ്റായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ സ്പ്ലിറ്റായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഓരോന്നും അപ്ലൈ ചെയ്യുക. അതുപോലെ സിഗ്മ 3k സ്ക്വയർ എന്നുള്ളിടത്ത് 3 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ടൈമിനെ പുറത്തെടുക്കാൻ പറ്റുന്നതാണ്. പറ്റും. അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സിഗ്മയുടെ കേസിൽ. ഇതുപോലെ ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിലും ഇതുപോലെ ഓരോന്നിനും സിഗ്മ കൊടുത്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി സിഗ്മ k ക്യൂബ് അതിൻ്റെ അടി സിഗ്മ k സ്ക്വയർ അങ്ങനെയൊക്കെ വരും. അതൊക്കെ ഈ ഒരു ഫോർമുലാസ് ഉപയോഗിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഫോർമുലാസ് ഉപയോഗിക്കുക. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി പോർഷൻസ് ആണ്. പ്രോബ്ലം ചെയ്യുന്ന വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത്? ഫസ്റ്റ് സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ സീരീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ എന്ത് പറഞ്ഞു? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പിയുടെ nth ടൈം സം ടു n ടൈംസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അരിത്തമെറ്റിക് മീന്, പിന്നെ ഡിസ്കസ് ചെയ്ത് ജി പിയുടെ nth ടൈം സം ടു n ടൈംസ്, അതുപോലെ ജോമെട്രിക് മീന്, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീന്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ സെക്ഷൻ എന്ന് പറയുന്നത് സം ടു n ടൈംസ് ഓഫ് സ്പെഷ്യൽ സീരീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് എവിടെയും നമ്മൾ പ്രോബ്ലംസ് ചെയ്തില്ല. അത് തിയറി പോർഷൻസ് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഈ കുറച്ച് വീഡിയോസുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തിയറി പോർഷൻസ് ആണ്. ഇനി പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോ അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.